ടെലികോളിങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു 4-4.5 വർഷം മുമ്പ് നമ്മുടെ ട്രെയിനർ കസാഖ് ബഞ്ചാരി ഞങ്ങൾക്കൊരു ക്ലയൻറ്റിനെ റെഫർ ചെയ്ത് തന്നിരുന്നു. അപ്പം ആക്ച്വലി അവരൊരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽനെസ് പ്രൊഡക്റ്റുകളാണ്. അതവർ സെല് ചെയ്യുന്ന രീതി സോഷ്യൽ മീഡിയയിലൂടെ എൻക്വയറീസ് ജനറേറ്റ് ചെയ്തിട്ട് അവർ ടെലികോളിങ്ങിലൂടെ, അതായത് ആ എൻക്വയറി വന്ന കസ്റ്റമേഴ്സിനെ ടെലികോളിങ്ങിലൂടെ വിളിച്ച് സംസാരിച്ച് ക്ലോസ് ചെയ്യുന്ന രീതിയാണ്, സെയിൽ ക്ലോസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ വൺസ് ഞങ്ങളായിട്ടൊരു ടൈമൊക്കെ ഉണ്ടാക്കി അത് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ഞങ്ങൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, ലീഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ അറൗണ്ട് 385 ലീഡ്സ് അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് 385 എൻക്വയറീസ് കൊടുത്തു. ഒരു 1 വീക്ക്, അറൗണ്ട് ഒരു 7 to 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആൾ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാക്കിർ ഇത് സ്റ്റോപ്പ് ചെയ്യണം, നമുക്ക് ഞങ്ങളെ വേറൊരു പ്രൊഡക്റ്റിൻ്റെ, അതായത് വെൽനസ് പ്രൊഡക്റ്റിൽ തന്നെ വേറൊരു പ്രൊഡക്റ്റിൻ്റെ ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം, അതൊരു റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് റിസൾട്ട് ഇല്ല, നമ്മൾ അത്യാവശ്യം നല്ല എൻക്വയറീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അങ്ങനല്ല, നമുക്ക് വിളിച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ലാണ്. സോ നമുക്കതിലെന്തോ ഒരു പൊരുത്തക്കെട്ട് തോന്നി. കാരണം 385 എൻക്വയറീസ് കൊടുത്തിട്ട് ഒരു പീസ് പോലും വിറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ സംതിങ് എന്തോ ഒരു പ്രശ്നം ഉണ്ടോയെന്നൊരു ഫീലിൽ ഞങ്ങൾ അഗെയിൻ അടുത്ത ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ദിവസം ഞങ്ങൾ അവിടെ പോയിട്ട് അവരെ കൂടെ ഇരുന്നു. അവിടെ 3 സ്റ്റാഫാണെന്ന് ടെലികോളിങ്ങിനുള്ളത്. അവരുടെ കൂടെ ഇരുന്നു, അവർ വിളിക്കുന്നത് കേട്ടു. അപ്പം അതിൽ നിന്ന് എൻ്റെ തന്നെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണത്. അതായത് ടെലികോളിങ്ങിന് സെല് ചെയ്യാൻ പറ്റാത്തതിന് പല റീസൺസ് ഉണ്ടാവും. ഇവിടെ ആക്ച്വലി ഈ സ്റ്റാഫിൻ്റെ മൈൻഡ് സെറ്റ് ആയിരുന്നു പ്രോബ്ലം. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവരെ ഈ പ്രൊഡക്റ്റിന് ഒരു പ്രീമിയം ലെവലിലാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സോ സെയിം പ്രൊഡക്റ്റ് വേറെ ബ്രാൻഡിലോട്ടോ വേറെ കമ്പനിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റാഫിന് ഒരിക്കലും ഇവരെ ഈ പ്രൈസ്, ഇത്രയും പ്രൈസ് കൊടുത്തുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇവരൊരു കസ്റ്റമറെ വിളിക്കുന്നത്. കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് കസ്റ്റമർ ആയാലും ചോദിക്കുള്ളൂ, ഇത് പ്രൈസ് കുറേ കൂടുതലല്ല, നിങ്ങൾ കുറച്ച് തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പ്രൈസ് കൂടുതലാണുള്ള വേർഡ് കേൾക്കുന്നതോടുകൂടി ഇവർ പാനിക് ആവുകയാണ്. അത് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് അതിനു വേണ്ടി കൊടുത്തു, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. നെക്സ്റ്റ് ഡേ തൊട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വന്ന് തുടങ്ങി എന്നുള്ളതാണ്. വന്ന് തുടങ്ങിയെന്ന് മാത്രമല്ല, ആ മന്തെൻഡിൽ അവരുടെ ടേൺ ഓവർ 3 ഇരട്ടിയാണ് വർദ്ധിച്ചത്. മാത്രമല്ല, വെറും 3 സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്ന ആ കമ്പനി ഇന്ന് അവർക്ക് 23 സ്റ്റാഫിനെ വെച്ചിട്ട് അവർ സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്.